അപ്പോൾ ഇനി സെക്കൻഡ് മോഡ്യൂളിൽ ലാസ്റ്റ് വരുന്ന പോർഷനാണ് ഇനി ബാക്കിയുള്ളത്. സെക്കൻഡ് മോഡ്യൂളിൽ എന്ന് പറയുന്നത് വർക്ക് മെഷർമെൻ്റ് ആണ്. മൊഡ്യൂൾ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു വർക്ക് സ്റ്റഡിയിൽ വരുന്ന രണ്ട് ഭാഗങ്ങളാണ് മെത്തേഡ് സ്റ്റഡിയും വർക്ക് മെഷർമെൻറ്റ്. ഇപ്പോൾ മെത്തേഡ് സ്റ്റഡിയുടെ പോർഷൻസൊക്കെ നമ്മൾ കണ്ട്, മെത്തേഡ് സ്റ്റഡിയിൽ എംപ്ലോയ് ചെയ്യുന്ന മെത്തേഡ്സൊക്കെ കണ്ട്. മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ബെസ്റ്റ് വേയിൽ പെർഫോം ചെയ്യാൻ നമ്മൾ അതിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡി പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് വർക്ക് മെഷർമെൻ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് മെഷർ ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് എത്ര ടൈം എടുക്കുമെന്ന് സ്റ്റാൻഡേർഡായിട്ടൊരു ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വർക്ക് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് മെഷർമെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെത്തേഡ് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് വർക്ക് മെഷർമെൻറ്റ് ചെയ്യുന്നത്. മെത്തേഡ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള ബെസ്റ്റ് സീക്വൻസ് ഓഫ് അല്ലെങ്കിൽ ബെസ്റ്റ് മെത്തേഡ് അതിൻ്റെ സീക്വൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വർക്ക് മെഷർമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ മെത്തേഡ് സ്റ്റഡി വഴി ബെസ്റ്റ് ഒരു സീക്വൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ ചെറിയ ചെറിയ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ഓരോ പാർട്ടിന് എത്ര ടൈം എടുക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ടോട്ടൽ വർക്കിന് എത്ര ടൈം വേണ്ടി വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. താഴെ പറയുന്ന പോലെ വർക്ക് മെഷർമെൻറ്റിൻ്റെ ബേസിക് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡിറ്റർമൈൻ ദ അലൗഡ് ടൈം ഫോർ എ ക്വാളിഫൈഡ് വർക്കർ ടു പെർഫോം എ ഗിവൺ ടാസ്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു ജോലി ഒരു ക്വാളിഫൈഡ് ഉള്ള വർക്കറിന് ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വർക്ക് മെഷർമെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വർക്ക് മെഷർമെൻറ്റ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? വർക്ക് മെഷർമെൻറ്റ് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പ്രോപ്പർ ലേബർ യൂട്ടിലൈസേഷൻ, പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്, സെറ്റിംഗ് ദ വേജ് ഇൻസെൻറ്റീവ് ടു ഡിറ്റർമൈൻ കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് പ്രോഡക്ട്സ്. പ്രോപ്പർ ലേബർ യൂട്ടിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേബറിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ടൈം ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ടൈം കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വർക്ക് ഒരുപാട് ലാഗാവും. അങ്ങനെ അപ്പം നമുക്ക് ലേബറിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരു സ്റ്റാൻഡേർഡ് ടൈം ഈ ജോലി ചെയ്യാൻ ഇത്ര സമയം സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പെട്ടെന്ന് നടക്കും. നമുക്ക് ലേബർ ഫോഴ്സിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇപ്പോൾ നമ്മൾ ഏത് ജോബിന് എത്ര ടൈം അലോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് പല വർക്കിനുള്ള കോസ്റ്റ് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ബഡ്ജറ്റിംഗ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതിനാണ് ബഡ്ജറ്റിംഗ്. സെറ്റിംഗ് ദി വേജ് ഇൻസെൻറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡീഷണലായിട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് വേജ് ഇൻസെൻറ്റീവ് കൊടുക്കും അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കർ കൂടുതൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ജോബ് ഇൻസെൻറ്റീവ് കൊടുക്കും. അപ്പോൾ അതൊക്കെ കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഒരു ജോബിന് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ഇൻസെൻറ്റീവ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടു ഡിറ്റർമൈൻ കോമ്പറ്റീറ്റീവ് പ്രൈസിങ് ഓഫ് ദ പ്രോഡക്ട്സ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് വിലയിടുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇൻപുട്സ് എല്ലാം കൂടെ നോക്കിയിട്ടാണ്. അപ്പോൾ ആ ഇൻപുട്സിൽ ഒരു ഫാക്ടറാണ് ലേബർ ഫോഴ്സിൽ വരുന്ന ലേബറിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലേബറിൻ്റെ വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതിൻ്റെ മെഷർമെൻറ്റാണ് ഈ ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് പ്രൈസിങ്ങിനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ്സിന് സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വരുന്നുണ്ടാവും. ആ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് കുറവാണെങ്കിൽ ആ പ്രോഡക്റ്റ്സ് ആയിരിക്കും കൂടുതൽ സെയിൽ ആവുന്നത്. നമ്മുടെ പ്രോഡക്റ്റ്സ് കൂടുതൽ സെയിൽ ആവണമെങ്കിൽ അതിനോട് താരതമ്യം വരുന്ന പ്രൈസ് സെക്ഷൻ. അപ്പോൾ ആ പ്രൈസ് എത്രമേലും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ഫോഴ്സ് നല്ല യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഈ വർക്ക് മെഷർമെൻറ്റ് വെച്ചൊരു സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്ത് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വർക്ക് മെഷർമെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വർക്ക് മെഷർമെൻറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് technique designed to establish the time taken for a qualified worker to carry out a specified job at a defined level of performance. ഏതെങ്കിലും ഒരു ജോലി നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു ലെവൽ, ആ ഒരു പെർഫോമൻസ് ലെവലിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കുന്നു, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കർ എത്ര ടൈം എടുക്കുന്നു അല്ലെങ്കിൽ എത്ര ടൈം എടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് നമ്മൾ വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ടെക്നിക്സാണ് വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് മെഷർമെൻറ്റ് നടത്താൻ എന്തൊക്കെ സ്റ്റെപ്പാണ്, അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് സെലക്ട് ദ വർക്ക്. നമ്മൾ ഏത് വർക്കാണോ ഇതിന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആ വർക്ക് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ്. അപ്പോൾ നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, വർക്ക് എവിടെയാണ്,
നടക്കുന്നത്, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ആ വർക്ക് ചെയ്യുന്നത്, ആ വർക്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഉള്ളത്, അങ്ങനെ ആ വർക്കുമായിട്ട് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യാം. എക്സാമിൻ എന്ന് പറയുമ്പോഴേക്കും നമ്മളതിനെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ആ ഈ ഓരോ അതിലുള്ള ആക്ടിവിറ്റീസിനെ ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്തിട്ട് ബെസ്റ്റ് മെത്തേഡ് തന്നെയാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് വെറുതെ നടക്കുന്നുണ്ട്, വേസ്റ്റേജ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ വേർതിരിച്ച് ആ ബെസ്റ്റ് മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അസർട്ടൻ ചെയ്യുന്നതാണ് എക്സാമിൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഷർ. അപ്പം നമ്മുടെ വർക്കിനെ നമ്മൾ ടോട്ടൽ വർക്കിനെ ചെറിയ ചെറിയ എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ എലമെൻറ്റിൻ്റെയും എത്ര വർക്കാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നതെന്നുള്ളത് അനുസരിച്ച് നമ്മൾ വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എത്ര ടൈമിന് അസൈൻ ചെയ്യാമെന്ന് തീരുമാനിക്കും. അതിനാണ് നമ്മൾ മെഷർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കമ്പൈൽ. അപ്പോൾ കമ്പൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഓരോ ആ ടോട്ടൽ വർക്കിൽ ചെറിയ ചെറിയ എലമെൻറ്റ്സ് ആക്കി ഓരോ എലമെൻറ്റ്സിനും ടൈം നിശ്ചയിച്ചു, എത്ര ടൈമാണ് അതിന് അസൈൻ ചെയ്യാൻ പറ്റുന്ന ഓരോ എലമെൻറ്റ് ടൈം നിശ്ചയിച്ചു. ഈ ടൈം എല്ലാം കൂടെ കൂട്ടിയെടുക്കുക. അതുപോലെ തന്നെ അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വർക്കറിന് ടൂൾ എടുക്കാൻ പോകണം, അല്ലെങ്കിൽ വർക്കറിൻ്റെ റെസ്റ്റ്, അങ്ങനത്തെ അലവൻസും എല്ലാം കൂടെ കൂട്ടി അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടി ഒരു സ്റ്റാൻഡേർഡ് ടൈം, ടോട്ടൽ വർക്കിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ അതിന് അസൈൻ ചെയ്യും, ടോട്ടൽ ടൈം. അപ്പോൾ അതിൽ പറയുന്ന സ്റ്റോപ്പ് വാച്ച് ടൈം സ്റ്റഡി എന്ന് പറയുന്നത് വർക്ക് മെഷർമെൻറ്റിൻ്റെ ഒരു ടെക്നിക്കാണ്. അപ്പോൾ സ്റ്റോപ്പ് വാച്ച് ടൈം സ്റ്റഡിയിലാണെങ്കിൽ അലവൻസസും നമ്മളിതുപോലെ റിലാക്സേഷനും പേഴ്സണൽ നീഡ്സിനുള്ള അലവൻസും എല്ലാം അതിൻ്റെ കൂടെ ചേർക്കണം. അടുത്ത ഡിഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞു. ആ വർക്കിലെ ഓരോ എലമെൻറ്റ്സിന് ഇത്ര ടൈമാണ് വേണ്ടത് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പ്രിസൈസ് ആയിട്ട് ആ ഓരോ ആക്ടിവിറ്റീസും വരുന്ന രീതിയിൽ ഈ ആക്ടിവിറ്റിക്ക് ഇത്ര ടൈം എന്ന് കറക്റ്റായിട്ട് അസൈൻ ചെയ്തിട്ട് ഡിഫൈൻ ചെയ്ത് വയ്ക്കുക. ഓരോ ആക്ടിവിറ്റിക്ക് ഇത്ര ടൈമാണ് വേണ്ടത്, അങ്ങനെ ടോട്ടൽ ടൈം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് അതിനൊരു സ്റ്റാൻഡേർഡ്, അപ്പോൾ ഈ വർക്കിന് ഇതാണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. അതാണ് ഡിഫൈൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്ക് മെഷർമെൻറ്റ്. അപ്പോൾ എന്തിനാണ് നമ്മൾ വർക്ക് മെഷർമെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ റെഡ്യൂസ് നോൺ പ്രൊഡക്ഷൻ ടൈം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ആക്ടിവിറ്റിക്ക് ഒരു സ്റ്റാൻഡേർഡ് ടൈം ഇത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഒരു സ്റ്റാൻഡേർഡ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോൺ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ടൈം വെറുതെ വേസ്റ്റ് ആകത്തില്ല. അതുപോലെ തന്നെ ടു ഡെവലപ്പ് സ്റ്റാൻഡേർഡ് ഡേറ്റ ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. നമ്മളൊരു ഏതെങ്കിലും ഒരു വർക്കിന് ഇത്ര ടൈമാണ് നമ്മൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ടൊരു സ്റ്റാൻഡേർഡ് ഡേറ്റ ആയിട്ട് നമ്മൾ ഫ്യൂച്ചറിലോട്ടും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും വർക്ക്സ് വന്നാലും അപ്പോൾ ഈ വർക്കിന് ഇത്ര ടൈമാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് ദ വർക്കർ. അപ്പം വർക്കറിൻ്റെ എഫിഷ്യൻസി, വർക്കറിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ടൈം അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് ഫോഴ്സിനെ ടോട്ടലായിട്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടു ഇംപ്രൂവ് മെത്തേഡ്സ്. ഇപ്പോൾ മെത്തേഡ് സ്റ്റഡി വെച്ച് നമ്മൾ ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് ആക്കിയിട്ടാണ് നമ്മൾ ടൈം സ്റ്റഡി അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നത്. മെത്തേഡ്സ് ഇമ്പ്രൂവ് ആവും. ടു പ്രിപ്പയർ സൗണ്ട് ഇൻസെൻറ്റീവ് സ്കീം. അപ്പോൾ ആ വർക്കിന് ചില വർക്ക് ഹാർഡായിരിക്കും, ചില വർക്ക് ഈസി ആയിരിക്കും. അപ്പം അതുപോലെ വർക്കേഴ്സിൻ്റെ പെർഫോമൻസും ഡിഫറെൻ്റ് ആയിരിക്കും. ചില വർക്കേഴ്സ് കൂടുതലായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ആ വേജ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് വെച്ചാൽ അഡീഷണലായിട്ട് നമുക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്ന ആ സ്കീമൊക്കെ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇത് വെച്ച് പറ്റും. ടു കറക്റ്റ് ലോഡിങ് ഓഫ് ലേബർ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് അസൈൻ ചെയ്യുന്നതിനെയാണ് ലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഈ ഒരു ടൈം സ്റ്റഡി വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് വർക്ക് പ്രോപ്പറായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു വർക്ക് മെഷർമെൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ലോഡിങ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പ്ലാന്റ് മെഷീനറിയും നമുക്ക് വർക്ക് അസൈൻ ചെയ്യാനും പറ്റും. ടു അസിസ്റ്റ് ദ ഫ്യൂച്ചർ പ്ലാനിങ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്ക് ടോട്ടലായിട്ട് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് എല്ലാം നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലായിട്ട് പ്ലാനിങ് നമുക്ക് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ടു അസിസ്റ്റ് ദ മെത്തേഡ് സ്റ്റഡി ഇൻ ചോയ്സ് ഓഫ് ബെറ്റർ ആൻഡ് ക്വിക്കർ മെത്തേഡ്സ്. അപ്പോൾ മെത്തേഡ് സ്റ്റഡിയിൽ നമ്മൾ മെത്തേഡ് സ്റ്റഡി ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സാമിൻ ചെയ്യുന്നുണ്ട് ഏത് മെത്തേഡാണ് എളുപ്പം, ഏതെങ്കിലും ഒരു വർക്ക് ഏത് ആക്ടിവിറ്റി ചെയ്താലാണ് എളുപ്പം. അപ്പോൾ നമുക്ക് ബെറ്ററും ക്വിക്കറും ആയിട്ടുള്ള മെത്തേഡ്സൊക്കെ ഇതിൽ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും. അപ്പം ടു എഫിഷ്യൻസി, അതുപോലെ തന്നെ ടു കമ്പയർ ദ എഫിഷ്യൻസി ഓഫ് ഓൾട്ടർനേറ്റ് മെത്തേഡ്സ്. അപ്പോൾ പല മെത്തേഡ്സ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം നമുക്ക് ഏത് മെത്തേഡാണ് ഏറ്റവും സ്യൂട്ടബിൾ അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും.
ഇപ്പോൾ വർക്ക് മെഷർമെൻറ്റിൻ്റെ വർക്ക് മെഷർമെൻറ്റ് ഏതൊക്കെ ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നതെന്നാണ് കൊടുത്തേക്കുന്നത്. വർക്ക് സാമ്പിളിംഗ്, സ്ട്രക്ചേർഡ് എസ്റ്റിമേറ്റിംഗ്, ടൈം സ്റ്റഡി, പ്രീ ഡിറ്റർമൈൻഡ് ടൈം സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് വർക്ക് സാമ്പിളിങ്ങും അതുപോലെ ടൈം സ്റ്റഡിയുമാണ്. അപ്പോൾ ടൈം സ്റ്റഡി ഈസ് എ വർക്ക് മെഷർമെൻറ്റ് ടെക്നിക് for recording the times of performing a certain specific job or its elements carried out under the specific conditions and for analyzing the data so as to obtain the time necessary for an operator to carry out a defined rate of performance. അപ്പോൾ വർക്ക് മെഷർമെൻറ്റിൻ്റെ അതേ ഡെഫിനിഷൻ, ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡെഫിനിഷൻ വർക്ക് മെഷർമെൻറ്റിൻ്റെ ഒരു ടെക്നിക്കാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഇതിൻ്റെ പല പല മെത്തേഡ്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണത്തുള്ളൂ. ടൈം സ്റ്റഡിയാണ് ഇതായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഓരോ ആക്ടിവിറ്റീസിന് എത്ര ടൈം ആണെന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അത് തന്നെയാണ് ടൈം സ്റ്റഡിയിൽ ചെയ്യുന്നത്. അപ്പോൾ ടൈം സ്റ്റഡിയിലൊരു ക്ലാസിഫിക്കേഷനാണ് സ്റ്റോപ്പ് വാച്ച് ടൈം സ്റ്റഡി. സ്റ്റോപ്പ് വാച്ച് ടൈം സ്റ്റഡിയിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജോബിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും റെക്കോർഡ് ചെയ്യുക. എന്തൊക്കെ ഓപ്പറേഷൻസാണ് അതിൻ്റെ ഉള്ളത്, അതിൻ്റെ സറൗണ്ടിങ് കണ്ടീഷൻസ്, അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത്, അങ്ങനെ ജോബുമായിട്ട് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ജോബിനെ ചെറിയ ചെറിയ സ്മോൾ എലമെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ ചെറിയ ചെറിയ എലമെൻറ്റ്സിന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് ബെസ്റ്റ് മെത്തേഡും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് എൻഷുർ ചെയ്യുക. അതേപോലെ തന്നെ ഡിറ്റർമൈൻ ദ സാമ്പിൾ സൈസ്. ഇപ്പോൾ സാമ്പിൾ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഓപ്പറേഷൻസ്, ഇപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു ജോബ് എത്ര ടൈമാണ് അസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ജോബ് ഒരുപാട് തവണ എക്സാമിൻ ചെയ്തിട്ടായിരിക്കും നമ്മളിപ്പോൾ ഒരു തവണ നോക്കിയിട്ട് ഓക്കെ ഇത്ര ടൈം മതി, അങ്ങനെയല്ല. നമ്മളൊരു വർക്കറിനെ കൊണ്ടൊരു ജോബ് പെർഫോം ചെയ്യും, എന്നിട്ട് ആ നോക്കിയിട്ട് ആ വർക്കർ എത്ര ടൈം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 2-3 തവണ നോക്കും. അതുപോലെ പല വർക്കേഴ്സിനെ കൊണ്ട് നോക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ടോട്ടലായിട്ട് ഒരു ടൈം അസൈൻ ചെയ്യുന്നത്. അപ്പോൾ എത്ര തവണ ചെയ്യണം അതിനെയാണ് നമ്മൾ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര തവണ എക്സാമിൻ ചെയ്യണം, അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യുക. അടുത്ത 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് ഒരു ഓപ്പറേറ്റർ ആ ജോബിലെ ഓരോ എലമെൻറ്റും ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കുന്ന ഒരു സ്റ്റോപ്പ് വെച്ച് നമ്മൾ മെഷർ ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേറ്ററിൻ്റെ വർക്കിംഗ് സ്പീഡ്, എത്ര പെട്ടെന്ന് ആ ഓപ്പറേറ്ററിന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാ ഓപ്പറേറ്റേഴ്സിൻ്റെയും റേറ്റിംഗ് സെയിം ആയിരിക്കത്തില്ല. ചില വർക്കേഴ്സ് കൂടുതൽ സ്പീഡിൽ ചെയ്യും, നല്ല ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ കൂടുതൽ സ്പീഡിൽ ചെയ്യും. ചില ഓപ്പറേറ്റേഴ്സ് കുറച്ച് സ്ലോയിലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ വർക്കേഴ്സും ഒരേ രീതിയിലായിരിക്കില്ല പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു എഫക്റ്റീവ് സ്പീഡ് നമ്മൾ അസസ് ചെയ്തിട്ട് ആ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വർക്കറാണെങ്കിൽ നല്ല റേറ്റിംഗ് ആയിരിക്കും, വർക്കറിൻ്റെ പെർഫോമൻസ് കുറവാണെങ്കിൽ കുറഞ്ഞ റേറ്റിംഗ് വരും. അതാണ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബെസ്റ്റ് പെർഫോമർ അല്ലെങ്കിൽ നല്ല ലോ ആയിട്ട് പെർഫോം ചെയ്യുന്ന ആളെ അല്ല നോക്കുന്നത്, ഇതിൻ്റെ ഇടയിൽ വരുന്ന ആയിരിക്കും കൂടുതൽ ഭൂരിപക്ഷവും വർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ആവറേജ് വരുന്നതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റിംഗ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അടുത്ത 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ദ ഒബ്സർവ്ഡ് ടൈം ടു ബേസിക് ടൈം. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വർക്കറിനെ കൊണ്ട് പെർഫോം ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെച്ച് റെക്കോർഡ് ചെയ്യുന്നതാണ് ഒബ്സർവ്ഡ് ടൈം. ആ വർക്കറിൻ്റെ റേറ്റിംഗ് അനുസരിച്ച് നമ്മൾ അതിനെ ബേസിക് ടൈമായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു വർക്കറാണെങ്കിൽ നമ്മളൊരു നോർമൽ വർക്കറിൻ്റെ രീതിയിലോട്ട് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം, ആ നോർമൽ വർക്കറിന് ഹൈ പെർഫോമിംഗ് വർക്കറിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ലോ പെർഫോമർ ചെയ്യുന്നൊരു വർക്കറിനെ കൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ടൈം റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് വർക്കറിന് കുറച്ചും കൂടെ കുറവ് ടൈം മതിയായിരിക്കും. ലോ പെർഫോമിംഗ് വർക്കർ അയാൾക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ഒബ്സർവ്ഡ് ടൈമിൽ നിന്ന് ബേസിക് ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് പറയുന്നത്. അടുത്ത 7ാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലവൻസസ് ഒക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ബേസിക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ മാത്രമുള്ള ടൈമാണ്. അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പം സൂപ്പർവൈസറായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ടൂൾ എടുക്കാൻ പോകുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പോകുക, അങ്ങനെ റെസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള അലവൻസസ് എല്ലാം കൂടെ ബേസിക് ടൈമിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം. അപ്പോൾ ഈ ബേസിക് ടൈമിൻ്റെ കൂടെ അലവൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടി സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ
കണ്ടുപിടിക്കുക. അടുത്തായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ടൈം. അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ സ്റ്റോപ്പ് വാച്ച് ടൈം സ്റ്റഡിയുടെ സ്റ്റെപ്സ് നോക്കി തന്നെ നമുക്ക് എങ്ങനെ സ്റ്റാൻഡേർഡ് ടൈം കമ്പ്യൂട്ട് ചെയ്യാമെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് ടൈം സ്റ്റഡിയിൽ ചെയ്തത് എന്താണ്? ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററിനെ വർക്ക് ചെയ്യിപ്പിച്ച് റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്യുന്നതാണ് ഒബ്സർവ്ഡ് ടൈം എന്ന് പറയുന്നത്. എന്നിട്ട് അയാളുടെ റേറ്റിംഗ് അനുസരിച്ച് ഹൈ പെർഫോമിംഗ് വർക്കർ ആണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് വർക്കറുടെ വരുമ്പോഴേക്കും ആ സമയം നമ്മൾ റേറ്റിംഗ് ഫാക്ടർ അപ്ലൈ ചെയ്യുമ്പോൾ സമയം കൂടും. അപ്പോൾ ആ ഒബ്സർവ്ഡ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒബ്സർവ്ഡ് ടൈമിനെ ബേസിക് ടൈമായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ബേസിക് ടൈമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഫാക്ടറിനെയാണ് റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സർവ്ഡ് ടൈം ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അതിൻ്റെ റേറ്റിംഗ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബേസിക് ടൈം ആക്കുന്നു. ബേസിക് ടൈമിൻ്റെ കൂടെ അലവൻസസ് എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ അലൗഡ് ടൈം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ദ ടോട്ടൽ ടൈം പെർമിറ്റഡ് ബൈ എ നോർമൽ വർക്കർ ടു കംപ്ലീറ്റ് എ ജോബ് അണ്ടർ മോഡറേറ്റ് കണ്ടീഷൻ. അപ്പോൾ ഒരു നോർമൽ വർക്കറിന് ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ നോർമൽ കണ്ടീഷൻസിൽ ജോബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ടൈം പെർമിറ്റ് ചെയ്യാം എന്നുള്ളതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ടൈമിൽ വരുന്ന കോൺസ്റ്റിറ്റ്വൻസ് എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ടൈം നമ്മൾ ആദ്യം സ്റ്റോപ്പ് വാച്ച് ടൈം സ്റ്റഡിയിൽ നോർമലായിട്ടൊരു വർക്കറിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് ഒബ്സർവ്ഡ് ടൈം. റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ വർക്കറിൻ്റെ പെർഫോമൻസ് അനുസരിച്ചാണ് റേറ്റിംഗ് ഫാക്ടർ വരുന്നത്. വർക്കർ ഹൈലി പെർഫോമിംഗ് ആണെങ്കിൽ നമ്മൾ റേറ്റിംഗ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടൈം കൂടും. എന്ന് വെച്ചാൽ ഒരു നോർമൽ വർക്കറിന് ഹൈ പെർഫോമിംഗ് വർക്കറിൻ്റെ അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഒരു നോർമലി പെർഫോം ചെയ്യുന്ന വർക്കർ ചിലപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ അല്ലെങ്കിൽ ലോ പെർഫോമിംഗ് വർക്കർ ആണെങ്കിൽ റേറ്റിംഗ് ഫാക്ടർ നമ്മൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും സമയം കുറയും. കാരണം ലോ പെർഫോമിംഗ് വർക്കറിനെ കാട്ടി കുറച്ചും കൂടെ സ്പീഡിലായിരിക്കും നോർമൽ വർക്കർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ അലവൻസ്, റിലാക്സേഷൻ അലവൻസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള നീഡ്സിനൊക്കെ വേണ്ടിയുള്ള അലവൻസാണ് റിലാക്സേഷൻ അലവൻസ്. കണ്ടിൻജൻസി ആൻഡ് ഇൻ്റർഫറൻസ് അലവൻസ് എന്ന് പറയുന്നത് സുപ്പീരിയേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസറായിട്ടൊക്കെ കൺസൾട്ട് ചെയ്യാനുള്ള ടൈം, ടൂൾസ് കളക്ട് ചെയ്യാനുള്ള ടൈം, ടൂൾസ് ഷാർപ്പൻ ചെയ്യാനുള്ള ടൈം, അങ്ങനത്തെ കാര്യങ്ങളാണ് കണ്ടിൻജൻസി അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് അലവൻസ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് പോളിസി അലവൻസ്. അപ്പോൾ പോളിസി അലവൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ കൂടെ കുറച്ചും കൂടെ കൂടുതൽ സമയം ആഡ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് സാറ്റിസ്ഫാക്ടറി ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി കുറച്ചും കൂടെ ടൈം കൂടുതലായിട്ട് ആഡ് ചെയ്യും കണ്ടീഷൻസ് അനുസരിച്ച്. അതിനെയാണ് നമ്മൾ പോളിസി അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് ടൈമിൽ വരുന്നത്. ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് ടൈമിൻ്റെ കൂടെ റേറ്റിംഗ് ഫാക്ടർ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ടൈം കിട്ടും. അതിൻ്റെ കൂടെ അലവൻസസ്, റിലാക്സേഷൻ അലവൻസ്, പ്രോസസ് അലവൻസ് എന്ന് പറയുന്നത് കണ്ടിൻജൻസി അലവൻസും ഇൻ്റർഫറൻസ് അലവൻസും കൂടെ കൂട്ടുന്നതാണ് പ്രോസസ് അലവൻസ്. അതുപോലെ തന്നെ പോളിസി അലവൻസ്. ഈ അലവൻസും എല്ലാം കൂടെ ബേസിക് ടൈമിലൂടെ കൂട്ടുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ടൈം കിട്ടും. അപ്പോൾ ബേസിക് ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്ററിൻ്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ബേസിക് ടൈം വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് ടൈം എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ടൈം ഇൻറ്റു ഓപ്പറേറ്റർ റേറ്റിംഗ് ബൈ സ്റ്റാൻഡേർഡ് റേറ്റിംഗ്, അല്ലെങ്കിൽ ബേസിക് ടൈം ഈക്വൽ ടു ഒബ്സർവ്ഡ് ടൈം ഇൻറ്റു റേറ്റിംഗ് ഫാക്ടർ. ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോക്കിക്കഴിഞ്ഞാൽ the observed time for an operation is 0.5 minute. The rating of the operator is found to be 120. അപ്പോൾ ഒബ്സർവ്ഡ് ടൈം, അപ്പോൾ ഒരു 120 റേറ്റിംഗ് ഉള്ള ഒരു ഓപ്പറേറ്ററിനെ വെച്ച് ജോലി ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ ആ ഒബ്സർവ്ഡ് ടൈം വന്നേക്കുന്നത് 0.5 ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ ബേസിക് ടൈം എത്ര ആണെന്ന് നമുക്ക് അതിൻ്റെ അകത്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് ടൈം ഇൻറ്റു റേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ റേറ്റിംഗ് ബൈ സ്റ്റാൻഡേർഡ് റേറ്റിംഗ്. ഇവിടെ ഓപ്പറേറ്റർ റേറ്റിംഗ് 120 ആണ്. അപ്പോൾ 0.5 ഇൻറ്റു 120/100, അപ്പം 0.6 മിനിറ്റ് കിട്ടി. അപ്പോൾ കുറച്ചും കൂടെ കൂടി. കാരണം എന്താ വെച്ചാൽ ഓപ്പറേറ്ററിൻ്റെ റേറ്റിംഗ് കുറച്ച് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റർ കുറച്ചും കൂടെ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നോർമലായിട്ടുള്ള വർക്ക് കുറച്ചും കൂടെ കൂടുതൽ സമയം വേണ്ടി വരും. അതുകൊണ്ടാണ് അപ്ലൈ ചെയ്തപ്പോഴേക്കും ആ ബേസിക് ടൈം കൂടി വന്നത്. നമ്മൾ ഓപ്പറേറ്ററിൻ്റെ റേറ്റിംഗ് കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ബേസിക് ടൈം നമ്മൾ റേറ്റിംഗ് ഫാക്ടർ അപ്ലൈ ചെയ്തിട്ട് ബേസിക് ടൈമിലോട്ട് ആക്കുമ്പോഴേക്കും ടൈം കുറയും. കാരണം ലോ പെർഫോമിംഗ് വർക്കറിനെ കിട്ടുക അത്ര സമയം നമുക്കൊരു സ്റ്റാൻഡേർഡ് വർക്കറിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ താഴത്തുള്ള ടേബിൾ നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും.
എ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വർക്കറാണ്, ബി എന്ന് പറയുന്നത് ഫാസ്റ്റ് വർക്കറാണ്, സി എന്ന് പറയുന്നത് സ്ലോ വർക്കറാണ്. അപ്പോൾ ഫാസ്റ്റ് വർക്കറിൻ്റെ റേറ്റിംഗ് 125 ആണ്. അപ്പോൾ ഫാസ്റ്റ് വർക്കറിൻ്റെ ഒബ്സർവ്ഡ് ടൈം കുറവായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ബേസിക് ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും അത് കൂടും. സ്ലോ വർക്കറാണെങ്കിൽ ഒബ്സർവ്ഡ് ടൈം കൂടുതലായിരിക്കും, പക്ഷേ റേറ്റിംഗ് ഒരു സ്ലോ വർക്കറിൻ്റെ റേറ്റിംഗ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും ബേസിക് ടൈം കുറയും. അലവൻസസ്, അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അലവൻസ്. അലവൻസ് ഈസ് ദ അഡീഷണൽ ടൈം അലൗഡ് ടു പെർഫോം ദ വർക്ക് ഓവർ ആൻഡ് എബോവ് ദ ബേസിക് ടൈം. അപ്പോൾ ബേസിക് ടൈമിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു എക്സ്ട്രാ ടൈം കൊടുക്കുന്നതാണ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അലവൻസ് എന്ന് പറയുന്നത് ഏത് വർക്കാണ് ചെയ്യുന്നത്, വർക്കിംഗ് കണ്ടീഷൻസ് എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ മെയിനായിട്ട് 5 ടൈപ്പായിട്ടാണ് ക്ലാസ് ചെയ്തേക്കുന്നത്. റിലാക്സേഷൻ അലവൻസ്, അതായത് ഈ നമ്മൾ ഇപ്പോൾ ക്ഷീണം, ഒരു ജോലി ചെയ്യുമ്പോഴേക്കും ക്ഷീണം വരും, അതിനാണ് ഫറ്റീഗ് എന്ന് പറയുന്നത്. അപ്പോൾ പല ചില ജോബ് ചിലപ്പോൾ ഈസി ആയിരിക്കും, അതിനത്ര ക്ഷീണം വരത്തില്ല. അപ്പം അതിനനുസരിച്ച് അപ്പോൾ ജോബിൻ്റെ ഹാർഡ്നെസ് അനുസരിച്ച് ആ റിലാക്സേഷൻ അലവൻസ് മാറി വരും. കണ്ടിൻജൻസി അലവൻസ്, വർക്ക് ഡെയിലി അലവൻസസ് റിലേറ്റഡ് ടു കളക്ടിങ് ടൂൾസ്. അപ്പോൾ ടൂൾസ് കളക്ട് ചെയ്യുക, ഷാർപ്പൺ ചെയ്യുക, അങ്ങനത്തുള്ള കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആണ്. ഇൻ്ററപ്ഷൻ അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്പീരിയേഴ്സുമായിട്ട് കൺസൾട്ടേഷൻ വേണ്ടി ഒക്കെ സമയം എടുക്കുകയാണെങ്കിൽ അതിനാണ് ഇൻ്ററപ്ഷൻ അലവൻസ് എന്ന് പറയുന്നത്. പ്രോസസ് അലവൻസ് എന്ന് പറയുന്നത് കണ്ടിൻജൻസി അലവൻസും ഇൻ്ററപ്ഷൻ അലവൻസും കൂടെ കൂട്ടുന്നതിനാണ് പ്രോസസ് അലവൻസ് എന്ന് പറയുന്നത്. പോളിസി അലവൻസ് നേരത്തെ പറഞ്ഞായിരുന്നു, കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ചും കൂടെ സമയം വേണ്ടി വരുവാണെങ്കിൽ, കണ്ടീഷൻസ് അനുസരിച്ച് വേണ്ടി വരുവാണെങ്കിൽ അങ്ങനെ എക്സ്ട്രാ ടൈം കൊടുക്കുന്നതിനാണ് പോളിസി അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോർഷനിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റാൻഡേർഡ് ടൈം യൂസിങ് ദ ഫോളോയിങ് ഡേറ്റ. ആവറേജ് ടൈം ഫോർ മെഷീൻ എലമെൻറ്റ്സ് 6 മിനിറ്റ്, ആവറേജ് ടൈം ഫോർ മാനുവൽ എലമെൻറ്റ്സ് 4 മിനിറ്റ്, പെർഫോമൻസ് റേറ്റിംഗ് 110%, അലവൻസ് 10%. പെർഫോമൻസ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വർക്കറിൻ്റെ റേറ്റിംഗിനാണ് പെർഫോമൻസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്ന നോക്കാം. നോർമൽ ടൈം, അപ്പോൾ ഇവിടെ മെഷീൻ എലമെൻസിനും തന്നിട്ടുണ്ട്, മാനുവൽ എലമെൻസിന്, അങ്ങനെ 2 ആവറേജ് ടൈം തന്നിട്ടുണ്ട്. ആവറേജ് ടൈം തന്നെയാണ് ഒബ്സർവ്ഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ നോർമൽ ടൈം എന്ന് പറയുന്നത് തന്നെയാണ് സ്റ്റാൻഡേർഡ് ടൈം. സ്റ്റാൻഡേർഡ് ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നോർമൽ ടൈം പ്ലസ് അലവൻസ്, നോർമൽ ടൈം എന്ന് പറഞ്ഞാൽ ബേസിക് ടൈമാണ്, സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ ബേസിക് ടൈം പ്ലസ് അലവൻസ്. അപ്പോൾ നോർമൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻസ് എടുക്കുന്ന ടൈം പ്ലസ് മാനുവൽ എലമെൻറ്റ്സ് എടുക്കുന്ന ടൈമിനോട് കൂട്ടുമ്പോഴാണ് നോർമൽ ടൈം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പെർഫോമൻസ് റേറ്റിംഗ് വരുന്നത് എപ്പോഴും ലേബറിന് മാത്രമാണ്. അപ്പോൾ നമ്മൾ മാനുവൽ ടൈമിൻ്റെ കൂടെ മാത്രം പെർഫോമൻസ് റേറ്റിംഗ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോർമൽ ടൈം എന്ന് പറഞ്ഞാൽ മെഷീനറി ടൈം പ്ലസ് മാനുവൽ ടൈം ഇൻറ്റു റേറ്റിംഗ്. മെഷീനറി ടൈം 6 പ്ലസ് മാനുവൽ ടൈം 4 ഇൻറ്റു റേറ്റിംഗ് എന്ന് പറയുന്നത് 110% ആണ്. അപ്പോൾ നമ്മൾ ഇൻറ്റു 110/100 എന്ന് ആവും. അപ്പോൾ അത് 1.10. അപ്പോൾ 6 + 4 × 1.10 10.4 മിനിറ്റ്സ്. സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് നോർമൽ ടൈം അല്ലെങ്കിൽ ബേസിക് ടൈം പ്ലസ് അലവൻസ് ആണ്. അലവൻസ് പറഞ്ഞേക്കുന്നത് 10% ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച നോർമൽ ടൈമിൻ്റെ 10% കൂടെ അതിൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ നോർമൽ ടൈം 10.4 ആണ്. അപ്പോൾ 10.4 + 10.4 × 10% അല്ലെങ്കിൽ 10.4 × 10/100. 10.4 + 1.04 11.44 മിനിറ്റ്സ്. അപ്പോൾ വേറൊരു പ്രോബ്ലം നോക്കാം. ദ എലമെൻ്റൽ ടൈം ഇൻ മിനിറ്റ്സ് ഓഫ് എ വർക്ക് സൈക്കിൾ ഓഫ് ആൻ ഓപ്പറേഷൻ ആർ നോട്ടഡ് ബൈ യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ആസ് ഗിവൺ ബിലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരേ എലമെൻ്റ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർക്കിന്, ഇപ്പോൾ ഈ വർക്കിന് 5 എലമെൻറ്റ്സാണ് ഉള്ളത്. അപ്പോൾ ഈ ഓരോ എലമെൻറ്റും നമ്മൾ ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ച് റെക്കോർഡ് ചെയ്യുമ്പം ഒരു തവണയല്ല, ഒരുപാട് തവണ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജാണ് എടുക്കുന്നത്. ഇപ്പം ഇതിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ആ നമ്പറിന് എഴുതിയേക്കുന്നതിൻ്റെ ആ കോളത്തിലുള്ള ഫസ്റ്റ് എലമെൻറ്റിൻ്റെ 5 തവണ എടുത്ത പല ടൈമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ആയിരിക്കും ആ 1 മുതൽ 5 ഉള്ള 1.51 + 1.51 + 1.38 + 1.40 + 1.42/5. അതിൻ്റെ ആവറേജ് ആയിരിക്കും
അത് നമ്മളെ ഒബ്സർവ്ഡ് ടൈമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഒരു തവണ അല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ഒരുപാട് തവണ റെക്കോർഡ് ചെയ്യുന്ന ആവറേജാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോട്ടൽ വർക്കിന് 5 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ എലമെൻറ്റും 5 തവണ റെക്കോർഡ് ചെയ്ത് നമ്മൾ സാമ്പിൾ സൈസ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ 5 തവണ റെക്കോർഡ് ചെയ്തപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ പ്രോബ്ലം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഓപ്പറേഷൻ ഇഫ് ഓൾ ദ എലമെൻറ്റ്സ് ആർ മാനുവൽ വൺസ്. അപ്പോൾ മാനുവൽ വൺസിനാണ് നമ്മൾ റേറ്റിംഗ് ഫാക്ടർ അപ്ലൈ ചെയ്യുന്നത്. മെഷീനൽ എലമെൻറ്റ്സ് ആണെങ്കിൽ റേറ്റിംഗ് ഫാക്ടർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ എല്ലാ എലമെൻറ്റ്സും മാനുവലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്പറേറ്റർ ഈസ് റേറ്റഡ് അറ്റ് 120%. വേരിയസ് അലവൻസ്, അപ്പോൾ അലവൻസസ് അപ്ലൈ ചെയ്യേണ്ടത് റിലാക്സേഷൻ അലവൻസ്, കണ്ടിൻജൻസി അലവൻസ്, സ്പെഷ്യൽ ആൻഡ് അതർ അലവൻസ്, എല്ലാ അലവൻസിൻ്റെയും പെർസെൻറ്റേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു 2 കോളം കൂടെ തന്നേക്കുന്ന പ്രോബ്ലത്തിനോട് 3 കോളം കൂടെ ആഡ് ചെയ്യുക. ആദ്യമേ നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ആവറേജ് എടുക്കുക, ഓരോ എലമെൻറ്റ്സിൻ്റെ ആവറേജ് എടുക്കുക. അതിൻ്റെ കൂടെ റേറ്റിംഗ് ഫാക്ടർ, ഇവിടെ തന്നിരിക്കുന്ന റേറ്റിംഗ് ഫാക്ടർ 120% ആണ്. റേറ്റിംഗ് ഫാക്ടർ അപ്ലൈ ചെയ്തിട്ട് അതിനെ നോർമൽ ടൈം അല്ലെങ്കിൽ ബേസിക് ടൈം നോർമൽ ടൈം ആക്കുക. അപ്പോൾ ആദ്യത്തെ ഓരോ റോയുടെയും ആദ്യത്തെ റോയുടെ ആവറേജ് സൈക്കിളിൻ്റെയും 1.45 അത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 1.51 പ്ലസ് ആ ഓരോ 5 കോളത്തിലെയും വാല്യൂസ് ആഡ് ചെയ്ത് അതിൻ്റെ ആവറേജ് എടുക്കുന്നു. 1.51 പ്ലസ് 1.51 പ്ലസ് 1.38 പ്ലസ് 1.40 പ്ലസ് 1.42/5 എന്നുള്ളതാണ് 1.45. അങ്ങനെ ഓരോ എല്ലാ റോയും അതിൽ കണ്ടുപിടിക്കുക. അതിൻ്റെ കൂടെ റേറ്റിംഗ് ഫാക്ടർ അപ്ലൈ ചെയ്യുക. എന്ന് വെച്ചാൽ ഇൻറ്റു 120/100, 1.45 ഇൻറ്റു 120/100 അല്ലെങ്കിൽ 1.2, 1.45 ഇൻറ്റു 1.2 നോർമൽ ടൈം കിട്ടും. ടോട്ടൽ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ടോട്ടൽ നോർമൽ ടൈം ഫോർ സൈക്കിൾ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കണ്ടുപിടിച്ച 5 നോർമൽ ടൈം കൂടെ കൂട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.74 പ്ലസ് 3.13 പ്ലസ് 4.02 പ്ലസ് 1.45 പ്ലസ് 0.61, അപ്പോൾ 10.95 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ അലവൻസും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് 3 അലവൻസാണ്. റിലാക്സേഷൻ അലവൻസ് 5%, കണ്ടിൻജൻസി അലവൻസ് 3%, സ്പെഷ്യൽ ആൻഡ് അതർ അലവൻസ് 8%. എല്ലാം കൂടെ കൂട്ടുവാണെങ്കിൽ ടോട്ടൽ 16% വരും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ 10.95 കൂടെ പ്ലസ് 16/100 ഇൻറ്റു 10.5 എന്നും കൂടെ ചെയ്യുക. 10.5 പ്ലസ് 0.16 ഇൻറ്റു 10.95 12.7 മിനിറ്റ്സ് ടോട്ടൽ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ 2-3 പ്രോബ്ലംസും കൂടെ ടെക്സ്റ്റ് കിടപ്പുണ്ട്. ആ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെയാണ് എല്ലാം ചെയ്ത് നോക്കുക. ഇനി വർക്ക് സ്റ്റഡിയിൽ കുറച്ച് പോർഷനും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.